ഈ NSS CPM-നോടൊപ്പം ചേരുന്ന ഒരു മനോഭാവത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ചേർന്ന് കഴിഞ്ഞു. LDF-ന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എല്ലാ തരത്തിലും, ശബരിമല വിഷയം മുതൽ അങ്ങോട്ട്. ഇത് BJP-യെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു. കാര്യം ഹൈന്ദവ വോട്ടുകളൊക്കെ തന്നെ BJP ഒന്ന് സമാഹരിച്ച് വരികയായിരുന്നു. അല്ല, അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ NSS LDF-ആയിട്ടോ CPM-ആയിട്ടോ അങ്ങനെ ഒരു സഖ്യമോ പൂർണ്ണമായിട്ടുള്ള യോജിപ്പൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ഇത് വിഷയം വളരെ ഒരു സംഭവത്തെ ഒരു ഇഷ്യൂ ബേസ്ഡാണ്, പ്രശ്നാധിഷ്ഠിതമാണ്. അതായത് ശബരിമല വിഷയത്തിൽ CPM എടുത്തിരുന്ന ഒരു സ്റ്റാൻഡ്, CPM മാത്രമല്ല BJP, കോൺഗ്രസ്, RSS ഇവരെല്ലാം എടുത്ത്, എക്സെപ്റ്റ് മുസ്ലിം ലീഗ് അല്ല കേരള കോൺഗ്രസ്, ഇവർ ഈ പൊളിറ്റിക്കൽ പാർട്ടികൾ എടുത്ത് ഒഴിച്ച് മറ്റുള്ളവരെടുത്ത് ഒരു സ്റ്റാൻഡ് കോടതിയുടെ വിധി, ആ സമയത്തെ വിധിയെ അനുകൂലിച്ചു കൊണ്ടായിരുന്നു. അതിനെതിരെ അന്ന് ശക്തമായ നിലപാടെടുത്തൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ NSS മാത്രമാണ്. NSS പന്തളത്ത് നടത്തിയ നാമജപ ഘോഷയാത്രയോട് കൂടിയിട്ടാണ് ഈ വിഷയം തൊട്ട് കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് മനസ്സിലാക്കിയ കോൺഗ്രസും BJP, RSS ഒക്കെ നിലപാട് മാറ്റിയത്. പക്ഷേ ഒഫീഷ്യലായിട്ട് ഇപ്പോൾ അവർ നിലപാട് മാറ്റിയിട്ടൊന്നുമില്ല. കാരണം അവരൊക്കെ ദേശീയ പാർട്ടികളായതുകൊണ്ട് ഒഫീഷ്യലായിട്ട് അവർക്ക് നിലപാട് മാറ്റാൻ പറ്റില്ല. LDF എന്നാൽ അവരുടെ പഴയ നിലപാട് തന്നെ ഉറച്ചു നിന്നു. CPM പിണറായി വിജയനും ഉറച്ചു നിന്നു. NSS ആ നിലപാടിനെതിരെ ശക്തമായി രംഗത്ത് വരികയുണ്ടായി. അതാണ് സംഭവിച്ചത്. ഇപ്പം എന്താണ്, അതിനുശേഷം കോടതിയുടെ മറ്റൊരു ഇടപെടലുണ്ടായി. ആ ഇടപെടലിന് ശേഷം വേണമെങ്കിൽ ഗവൺമെൻറ് മുമ്പത്തെ നിലപാട് തന്നെ തുടരാമായിരുന്നു. പക്ഷേ ഗവൺമെൻറ് അത് തുടർന്നില്ല. ഗവൺമെൻറ് എന്ത് ചെയ്തു? തൽക്കാലം ആചാരങ്ങൾ അങ്ങനെ തന്നെ പോട്ടെ, ആചാരങ്ങൾ സംരക്ഷിക്കാം എന്നുള്ള രീതിയിലുള്ള നിലപാടാണ് തൽക്കാലം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ NSS-ഉം അതുപോലെ തന്നെ CPM-ഉം അല്ലെങ്കിൽ LDF-ഉം തമ്മിലുണ്ടായിരുന്ന മുമ്പുണ്ടായിരുന്ന ശബരിമല വിഷയത്തിൽ വിയോജിപ്പില്ല. ഇനി CPM നാളെ നിലപാട് മാറ്റുകയാണെങ്കിൽ NSS അതിൻ്റെ നിലപാട് തന്നെ ഉറച്ചു വെക്കും. ഇവിടെ എന്താണ്, CPM-ഉം LDF-ഉം ഗവൺമെൻറ്റുമാണ് നിലപാടിൽ മയം വരുത്തിയത്. NSS-ൻ്റെ നിലപാടിനോട് അവർ ചേർന്ന് നിന്നു. അതല്ലേ സംഭവിച്ചത്. പിന്നെ NSS വെറുതെ മസിൽ പിടിക്കണം. ഒന്നാമത്തെ കാര്യം അതാണ്. NSS-ൻ്റെ നിലപാട് ഇപ്പോഴും സമദൂരം തന്നെയാണ്. അത് ശരിദൂരമാക്കി എന്ന് NSS, ഇന്നലെ ഞാൻ സുമാനായ സാറിൻ്റെ പത്രസമ്മേളനം അല്ല, അതായത് പ്രസംഗം കേൾക്കുന്നുണ്ട് അവൈലബിൾ ആയിട്ടുള്ള, അതിലൊന്നും തന്നെ സമദൂരം ഒന്ന് ശരിദൂരമാക്കി മാറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ ശരിദൂരം പൊതുവെ ഇലക്ഷൻ്റെ കുറച്ച് മുമ്പേ വരുന്ന നിലപാടാണ്. അത് പുതിയ ശരിദൂരം ഒന്നും NSS പ്രഖ്യാപിച്ചില്ല. ബാക്കിയെല്ലാം വ്യാഖ്യാനങ്ങൾ മാത്രമാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ നിജസ്ഥിതി. അല്ല LDF-ന് പൂർണ്ണമായി പിന്തുണ കൊടുത്തുവെന്നോ പിന്നെ സമദൂരം വിട്ട് ശരിദൂരം എന്ന ലൈനിലേക്ക് ഇപ്പം കടന്നു വന്നോ ഒന്നുമില്ല. പിന്നെ രണ്ടാമത്തൊരു ചോദ്യം എന്ന് വെച്ചാൽ NSS എപ്പോഴും സപ്പോർട്ട് ചെയ്ത് കോൺഗ്രസിനെ അല്ലേ, LDF-നെ അല്ലല്ലോ. ആ ചോദ്യത്തിലും കാമ്പില്ല. കാരണം എന്ന് വെച്ചാൽ NSS-ന് എല്ലാ കാലഘട്ടത്തിലെയും സപ്പോർട്ട് എന്ന് വെച്ചാൽ പ്രശ്നാധിഷ്ഠിതമാണ്. ഇപ്പോൾ 1957 ആദ്യത്തെ EMS ഗവൺമെൻറ് അധികാരത്തിൽ വരാൻ കാരണം NSS കൊടുത്ത പിന്തുണയാണ്. NSS അന്ന് പ്രശ്നാധിഷ്ഠിതമായിട്ട് ഇടതുപക്ഷത്തെയാണ് സപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ചന്ദ്രശേഖരൻ നായരും കൃഷ്ണയ്യരൊക്കെ ജയിച്ചു പോയത്, എല്ലാവരും തോറ്റു പോയിരുന്നു. അങ്ങനെയാണ് ഗവൺമെൻറ് വന്നത്. അത് കഴിഞ്ഞിട്ട് മന്നം സമാധിയിൽ പിന്നെ ചെരുപ്പിട്ട് പോലീസുകാരുമായിട്ട് ബന്ധപ്പെട്ട് ആന്റണിയായിട്ട് ഇടയുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ ആ സമയത്തും ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. ആ സമയത്ത് തന്നെ വിജയകുമാറുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. അതിനുശേഷം പിണറായിയുടെ സമയത്ത് പിണറായി അതിന് കൊടിയേരിയായിട്ട് നല്ല ബന്ധമായിരുന്നു. വളരെ അവർ പരസ്പരം കാണാതൊക്കെ ഉണ്ടായിരുന്നു. ഈ യുവതി പ്രവേശനമായിട്ട് ബന്ധപ്പെട്ട് ആ സമയത്ത് നടത്തിയതുപോലെയുള്ള പ്രസംഗങ്ങളൊന്നും ആരും നടത്തിയിട്ടില്ല NSS-നെതിരെ. അത് രണ്ട് തരത്തിലേക്ക് പോയതുകൊണ്ട് അതിന് മുമ്പ് നല്ല ബന്ധമായിരുന്നു. 2016 ഇലക്ഷനിൽ LDF ഈ രീതിയിൽ വിജയം നേടുന്നതിനും നിങ്ങളെ സെൻട്രൽ ട്രാവൻകൂറിലെ ചില മണ്ഡലങ്ങളിൽ പിന്നെ BDJS BJP സഖ്യം ചില സീറ്റുകൾ ജയിക്കുന്നതിനും തടസ്സം നിന്നത്, അല്ലെങ്കിൽ അതിന് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ കാരണം NSS ആണ്. NSS ആ സമയം LDF-ന് അനുകൂലമായിട്ട് എടുത്ത നിലപാടുകളാണ്. അല്ലെങ്കിൽ ഏറ്റുമാറ്റൂർ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിൽ റിസൾട്ട് മാറുകയായിരുന്നു. ഓശിയാകാശം ചിലപ്പോൾ തോറ്റുപോകുകയായിരുന്നു. അപ്പോൾ അന്ന് നല്ല ബന്ധമാണ്. അതിനുശേഷം ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് NSS-നെ സംബന്ധിച്ചിടത്തോളം വേറെ പ്രോബ്ലം ഒന്നുമില്ല. NSS-നെ സംബന്ധിച്ചിടത്തോളം ആകപ്പാടൊരു പ്രോബ്ലം ഒന്ന് മന്നം സമാധിയായിട്ട് ബന്ധപ്പെട്ട അത് ഗവൺമെൻറ് അതിന് ഒഫീഷ്യലി ഓൾറെഡി അത്രത്തോളം അവധികൾ നമുക്ക് ബാങ്കിങ് സെക്ടറിന് കൂടി കൊടുക്കാൻ പറ്റില്ല. 13 കൊടുക്കാൻ പറ്റും. ഓൾറെഡി 14 മറ്റേ കൊടുത്തിട്ടുണ്ട്. തൽക്കാലം നിർവാഹമല്ലാതെ ലെറ്റർ കൊടുത്തു. അതോടുകൂടി അത് ഓക്കെ, അത് മനസ്സിലാക്കാവുന്നു. ശബരിമലയിൽ ഈ പെണ്ണുങ്ങളെ കയറ്റാൻ തുടങ്ങിയപ്പോഴാണ് NSS ഗവൺമെൻറ്റും പാർട്ടിയായിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ അവർ തന്നെ ആ നിലപാടിൽ നിന്ന് മാറിയ സ്ഥിതിക്ക് ഒഫീഷ്യലി CPM ആയിട്ടില്ല. പക്ഷേ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ പഴയ നിലപാടിലല്ല അവരിപ്പോൾ. ആചാരങ്ങൾ അങ്ങനെ തന്നെ തുടരട്ടെ എന്നാണ്.
പക്ഷെ ബി ജെ പിയിലേക്ക് പോയ വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ കഴിയുമോ? NSSന്റെ ഇങ്ങനെ ഈ ഒരു നിലപാടെടുത്തു എന്നുള്ളത്. അല്ല, ഇതിൻ്റെ കാര്യം ബി ജെ പിയിലേക്ക് പോയ NSS വോട്ടുകൾ തിരിച്ചടിക്കാൻ പറ്റുമോ എന്നുള്ളതല്ല. അതിപ്പം ബി ജെ പി ഇപ്പം ഒരു വാജ്പേയിയുടെ ആദ്യത്തെ ഗവൺമെൻറ് വന്നതിന് ശേഷം തന്നെ ബി ജെ പിയിൽ കുറേ കരയോഗങ്ങൾ ബി ജെ പിയുടെ നിയന്ത്രണത്തിലുണ്ട്. മെജോറിറ്റി ഒന്നുമില്ല, കുറേ കരയോഗങ്ങളുണ്ട്. അതങ്ങനെ തന്നെ നിൽക്കും. കേരളത്തിലെ ഈ ബി ജെ പി കമ്മ്യൂണിറ്റി, ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഒരു സാമുദായിക റെപ്രസെൻറ്റേഷൻ ഉള്ള നായർ കമ്മ്യൂണിറ്റി എന്നാണ്. അതിൽ മാറ്റമൊന്നും വരാൻ പറ്റില്ല. അപ്പം പക്ഷേ തൽക്കാലം ഇതിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ, ഈ പറയുന്നത് പോലെ കോൺഗ്രസ് തുടർച്ചയായി പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു ഘട്ടം വന്നാൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെയുള്ള നായന്മാർ അവർ നാളെ ബി ജെ പി ഒരു ഓപ്ഷനായി കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ബി ജെ പി ഗുണമെന്നില്ലെങ്കിൽ പോലും കോൺഗ്രസ് ഈ ഒരു ബന്ധം ഈ രീതിയിൽ അമിക്കബിളായി തുടരുകയാണെങ്കിൽ, അങ്ങനെ സതീശൻ്റെയൊക്കെ അപ്പത്തുള്ള അഹങ്കാരത്തോട് കൂടിയിട്ടുള്ള പല പ്രസ്താവനകൾ NSSനെ സംബന്ധിച്ചിടത്തോളം ചൊടിപ്പിക്കുന്നതാണ്. പിന്നെ ഈ കെ കരുണാകരനെ പോലെ ഒന്ന് വിശ്വസിക്കാവുന്ന എത്ര ആളുകൾ UDF ഉണ്ടെന്ന് ചോദിച്ചാൽ സംശയമാണ്. മുമ്പ് തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായ സുമാന സാർ സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. ഒരു വിളക്കുന്നതിന് മുമ്പ് സുമാന സാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനെ രമേശ് ചെന്നിത്തല തള്ളിപ്പറഞ്ഞു. ഇതിൻ്റെ അവസാനം സാമുദായികമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് സ്ഥാനങ്ങൾ സ്വന്തം ആളുകൾക്ക് മേടിച്ചു കൊടുക്കുന്നുള്ള പഴി NSSന് ബാക്കി, രമേശ് ചെന്നിത്തല മാഞ്ഞു. അതുകൊണ്ട് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന ആരും ഇപ്പോൾ NSSനെ സംബന്ധിച്ചിടത്തോളം UDFിലില്ല. അതാണ് വേറൊരു കാര്യം. അപ്പം ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഈ ഇപ്പം ഒരു വെടിനിർത്ത NSSും തമ്മിലുണ്ട വലിയൊരു അഭിപ്രായ വ്യത്യാസം വലിയൊരു പരിധി വരെ പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ട്. ഗവൺമെൻറ്റും അല്ലെങ്കിൽ LDFും അല്ലെങ്കിൽ CPM അല്ലെങ്കിൽ പിണറായി NSSും തമ്മിലുള്ള ഈ ബന്ധം ഇങ്ങനെ പോവുകയാണെങ്കിൽ ചിലപ്പം ശരി ദൂരം എങ്ങനെയാണ് എടുക്കുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ NSS സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ സമയത്ത്, നിയമസഭാ ഇലക്ഷൻ്റെ സമയത്ത് UDFിൻ്റെ കൂടെ ഉറച്ചുന്ന ഒരേ ഒരു പ്രസ്ഥാനം, ഒരു സമുദായ സംഘടന NSS മാത്രമാണ്. അതുകൂടി ഇല്ലെങ്കിൽ അവരുടെ സ്ഥിതി ഒന്ന് ആലോചിച്ചു. അവരാണ് ഇപ്പം നിലപാട് അന്ന് LDFിനോടുള്ള ആ വിരോധം ഏതാണ്ട് മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് UDFിന് അത് നെഗറ്റീവായി ബാധിക്കും. അങ്ങനെ സെൻട്രൽ ട്രാവൻകൂർ 51 സീറ്റോളം കോൺഗ്രസ് ആയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അടുത്ത തവണ UDFിന് അധികാരം വരാൻ പറ്റും. 20 സീറ്റ് UDF പിടിച്ചു വിചാരിച്ചു, അല്ല ഒരു 18 സീറ്റ് ലീഗ് പിടിച്ചു, ഒരു 5-6 സീറ്റ് ബാക്കി എല്ലാവരും കൂടി പിടിച്ചു. ബാക്കി സീറ്റുകൾ വേണ്ടത് എവിടെ നിന്നാണ്? കോൺഗ്രസിൻ്റെ ആണ്. കോൺഗ്രസിന് എവിടെ നിന്നാണ് സീറ്റുകൾ? സെൻട്രൽ ട്രാവൻകൂറിലെ സിറിയൻ ക്രിസ്ത്യൻ, ഓർത്തഡോക്സ്, യാക്കോബൈറ്റ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ നായർ വോട്ടുകളാണ് അവിടെ കോൺഗ്രസിന് സീറ്റുകൾ നേടിക്കൊടുക്കുന്നത്. അതിൽ ഓൾറെഡി സിറിയൻ ക്രിസ്ത്യൻസിന് ചില പ്രശ്നങ്ങളുണ്ട്, ഓർത്തഡോക്സിന് പ്രശ്നങ്ങളുണ്ട്, യാക്കോബായ ആണെങ്കിൽ അവർക്കും പ്രശ്നങ്ങളുണ്ട്. അപ്പം കുറച്ച് നായർ വോട്ടുകൾ പോലും കിട്ടാത്തൊരു സാഹചര്യം വരുമ്പോൾ UDF പുറത്തിരിക്കേണ്ടി വരും. UDF മെയിൻ പ്രതിപക്ഷം എന്ന രീതിയിൽ നിന്ന് കോൺഗ്രസ് മാറി അത് ലീഗ് വരികയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് ചിലപ്പം പോകാം. അങ്ങനെയൊക്കെ വരുമ്പം ദീർഘകാലാടിസ്ഥാനത്തിൽ നായർ വോട്ടുകൾ ഒരു പരിധിയിൽ കൂടുതലൊന്നും നായേഴ്സ് CPMൻ്റെ കൂടെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതൊരു സൈക്കോളജിക്കലി ഒരു പ്രോബ്ലം ഉണ്ട്. എങ്കിൽ പോലും കോൺഗ്രസ് ഡെസിമേറ്റ് ചെയ്യുമ്പം കുറച്ച് ആളുകൾ CPMൻ്റെ കൂടെ പോകാം, കുറച്ച് ആളുകൾ BJPൻ്റെ കൂടെ പോകാം. അത് BJP ഗുണമാവുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ സുകുമാരൻ നായർ എടുത്ത ഈ നിലപാട് കരയോഗത്തിലും മറ്റുമൊക്കെ വലിയ എതിർപ്പ്. എവിടെ കരയോഗത്തിൽ? ഇന്നലെ എല്ലാ പ്രതിനിധികളും കൂട്ടിയാണല്ലോ അവിടെ സമ്മേളനം നടന്നത്. ഒരാളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇതിപ്പം വലിയൊരു സംഘടന, അപ്പോൾ CPM വലിയൊരു സംഘടനയാണ്, ഏറ്റവും കെട്ടപ്പുള്ള സംഘടന. അവരെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ചില ലോക്കൽ ബ്രാഞ്ച് കമ്മിറ്റികളൊക്കെ പ്രതിഷേധം വിളിക്കാനാണ്. പിന്നെ ബ്രാഞ്ച് കമ്മിറ്റി അവിടെ ഉണ്ടാവാറില്ല. അതേപോലെ സംഭവിച്ചിട്ടുള്ളൂ. എവിടെ ആരോ 2 ബോർഡ് വെച്ചു, അവർക്ക് കോൺഗ്രസ്സുകാരാണ്. വേറെന്താ സംഭവിച്ചത്? ഇന്നലെ അവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇത് ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ എടുത്തുകൊണ്ട് പത്രക്കാർ വലിയ സംഭവം സുകുമാരൻ നായർ വീഴാൻ പോകുന്നു, NSS വീഴാൻ പോകുന്നു. അങ്ങനെ വീഴുന്നതല്ല സുകുമാരൻ നായരും NSS. അത് അറിഞ്ഞൂടാത്തോണ്ടാണ്. ഇവരുടെ ഈ ന്യൂസും കണ്ട് തുള്ളാന്ന് എന്നെ കിട്ടില്ല. എനിക്ക് ഇതിൻ്റെ സംഭവം അറിയാം. അപ്പോൾ NSS ശരിദൂരത്തിലാണ്. NSS ശരിദൂരത്ത് എടുത്തിട്ടില്ല ഇപ്പോൾ. അത് ഇലക്ഷൻ്റെ കുറച്ച് മുമ്പേ എടുക്കുള്ളൂ. ഇപ്പോൾ സമദൂരത്ത് തന്നെയാണ്. പക്ഷേ ഗവൺമെൻറ്റുമായിട്ടുള്ള ശബരിമല വിഷയത്തെ പിണക്കം തൽക്കാലം മാറിയിട്ടുണ്ട്. അതാണ് വാസ്തവം. പക്ഷേ ഭക്തരുടെ പിണക്കം മാറിയിട്ടില്ല. ഭക്തരുടെ പിണക്കം മാറിയെന്നൊക്കെ നമുക്ക് ആരാണ് ഈ ഭക്തർ? കുറേ ഭൂരിപക്ഷം NSS ആയിട്ട് ചേർന്ന് നിൽക്കുന്നവരാണ്. കുറേ ആളുകൾ SNDP ആയിട്ട് ചേർന്ന് നിൽക്കുന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പിണറായിനോട് അന്ന് അവർക്കുണ്ടായിരുന്ന പ്രോബ്ലം എന്താണ്? പിണറായി ഈ വാശി പിടിച്ചിട്ട് അന്ന് ആ യുവതി പ്രവേശനം ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ഫീൽ ഉണ്ടാക്കിയാണ്. അപ്പോൾ പിണറായി തന്നെ അതിനൊരു പ്രായച്ചിത്തം എന്ന രീതിയിൽ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുമ്പോൾ പിന്നെന്തിനാ നമ്മൾ അന്ന് അങ്ങനെ സംഭവിച്ചു. ആ നിലപാടിൽ നിന്ന് അവർ തന്നെ പിൻവാങ്ങി. എന്നുവെച്ചാൽ പാർട്ടിയല്ല ഞാൻ പറഞ്ഞത്, ഗവൺമെൻറ് പിൻവാങ്ങി തൽക്കാലം. പിന്നെന്തിനാ നമ്മൾ മസിൽ പിടിക്കുന്നത്? എതിർപ്പുകൾ എല്ലാ കാലത്തേക്കുള്ള എതിർപ്പിനൊരു കാരണം ഉണ്ടാവും. അതിലേതെങ്കിലും ഒരു പക്ഷം പിൻവാങ്ങുമ്പോൾ എന്താവുന്നു? ആ മുറിവുകൾ, ആ ഗ്യാപ്പ് ഇല്ലാതാവുന്നു. അതാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അത് വലിയ സംഭവമൊന്നുമല്ല. പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലായിടത്തും NSS മസിലും പിടിച്ച് ഏത് ഗവൺമെൻറ് വന്ന, കോൺഗ്രസ് അല്ലാതെ ഏത് ഗവൺമെൻറ് വന്നാൽ
ഫൈറ്റിംഗ് ചെയ്ത് നിൽക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടാകും, കാരണം മെനക്കെടാതെ അധികാരത്തിലെത്താം. പക്ഷേ അതിന് NSS തരില്ല. NSSന് അവരുടേതായ ആ സമുദായത്തിന് ഗുണകരമായ നിലപാടുകൾ ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കിയെടുക്കുന്ന ഒരു പാർട്ടിയാണ്, ഒരു സംഘടനയാണ്. മറ്റു സംഘടനകൾ അപേക്ഷിച്ച് അത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പിന്നാലെ പോവുക, അലമ്പ് കൂടുക, രണ്ടായിരത്തി മൊത്തം 10% ഒന്നും NSSൽ പറഞ്ഞിട്ടുള്ളതല്ല. അപ്പം അതുകൊണ്ട് ഇതൊരു വലിയ ആനക്കാരിയൊന്നുമല്ല. ഇത് പത്രക്കാർ ഉപയോഗിച്ച് ആനക്കാരിയാക്കുന്നേ ഉള്ളൂ. NSS സംബന്ധിച്ചിടത്തോളം അവർ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. അവിടെ എല്ലാ സമയത്തും എന്തൊക്കെ ചെയ്താലും ആരെയും കുറച്ച് ആളുകൾ എതിർപ്പുണ്ടാവും, അത്രയേ ഉള്ളൂ. അത് വളരെ ചുരുക്കം ചില ആളുകൾ, അവർ അപ്രസക്തരാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.